ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കൈലാസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബിടെക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഏതും ആയിക്കോട്ടെ, അവരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാം ആണ് എന്ത് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത്. അതായത് പോളിടെക്നിക്കുകളിൽ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് എന്ത് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പം മെക്കാനിക്കല്, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഏതെടുത്താലും അവരുടെ മൊഡ്യൂൾ 1ന്റെ ബി സെക്ഷൻ എന്ന് പറയുന്നത് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അതിന്റെ സിലബസിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് എന്ത് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവര് അവരുടെ ലാബ്, സർവേ ലാബിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇത് വെച്ച് എന്താണ് ഡിസ്റ്റൻസും ആംഗിളും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്ത് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇത് മെക്കാനിക്കലുകാർക്കും അല്ലെങ്കിൽ ഇലക്ട്രിക്കലുകാർക്ക് വളരെ പുതിയൊരു പോർഷൻ ആയിരിക്കും. പക്ഷെ സിവിലുകാർക്ക് ഇത് അവർ ഒരുപാട് യൂസ് ചെയ്ത ഒരു എക്യുപ്മെന്റ് ആണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ സർവേയിങ് ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റൻസുകളും ആംഗിളുകളും കോർഡിനേറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമാണ്. ഓക്കെ, നമ്മൾ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് തിയോഡലൈറ്റ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ആയിരുന്നു. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത്, അതൊരു മാനുവൽ എക്യുപ്മെന്റ് ആയിരുന്നു. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഡിസ്റ്റൻസ് മാത്രമേ മെഷർ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അവിടെ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു തിയോഡലൈറ്റിന്റെയും അതേപോലെ EDM എന്ന് വെച്ചാൽ എന്താ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ്, അതുപോലെ മൈക്രോ പ്രോസസർ ഒക്കെ ചേർന്നിട്ട് ഈ മൂന്നെണ്ണത്തിൽ ഒരു കോമ്പിനേഷൻ പോലെ വന്ന ഒരു സിംഗിൾ ഡിവൈസ് ആണ് എന്ത് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയാലോ, ടോട്ടൽ സ്റ്റേഷൻ ഈസ് ആൻ ഇലക്ട്രോണിക് സർവേയിങ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ആംഗിൾസ് ആൻഡ് ഡിസ്റ്റൻസസ് ആക്യുറേറ്റ്ലി. ആംഗിൾസും ഡിസ്റ്റൻസും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ ആയിട്ട് സർവേയിങ്ങിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ആണ് എന്ത് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ ഇറ്റ് കമ്പൈൻസ് ആൻ ഇലക്ട്രോണിക് തിയോഡലൈറ്റ്, ഒരു ഇലക്ട്രോണിക് തിയോഡലൈറ്റും അതേപോലെ EDM ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റും അതേപോലെ ഒരു മൈക്രോ പ്രോസസറും ഒരു സിംഗിൾ ഡിവൈസ് വരുന്നതാണ് എന്ത് നമ്മുടെ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിനകത്ത് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് മെഷേഴ്സ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് വിത്ത് ഹൈ ആക്യുറസി. അപ്പൊ നമ്മുടെ ഹൊറിസോണ്ടൽ ആംഗിൾസും വെർട്ടിക്കൽ ആംഗിൾസും നല്ല ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഇലക്ട്രോണിക് തിയോഡലൈറ്റിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ആയ. രണ്ടാമത് നോക്കുകയാണെങ്കിൽ EDM ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് ആണെങ്കിൽ യൂസസ് ഇലക്ട്രോമാഗ്നറ്റിക് ഓർ ഇൻഫ്രാറെഡ് വേവ്സ് ടു മെഷർ സ്ലോപ്പ് ഡിസ്റ്റൻസ്. എന്ന് വെച്ചാൽ ചരിഞ്ഞ ഡിസ്റ്റൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വഴി അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് വേവ്സ് സെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ് എന്ത് EDM എന്ന് പറയുന്നത്. ഇനി മൈക്രോ പ്രോസസർ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ എടുത്ത സർവേ ഡേറ്റ, പ്രോസസർ സർവേ ഡേറ്റ ആൻഡ് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ്. നമുക്ക് എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവൽ കാൽക്കുലേഷൻ, ഗ്രാഫ് വരയ്ക്കും ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, അവിടെ കോർഡിനേറ്റ്സ് കിട്ടുന്നു, അതുപോലെ എലിവേഷൻസ്, ഡിസ്റ്റൻസ് ഇൻ റിയൽ ടൈം. അപ്പൊ ഇതിന്റെ മൂന്നിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ്, EDM ആൻഡ് മൈക്രോ പ്രോസസർ. ഓക്കെ, അതുപോലെ ഈ മൈക്രോ പ്രോസസർ നമുക്ക് ആ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി മെയിൻ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെലിസ്കോപ്പ് ഉണ്ട്. ടെലിസ്കോപ്പ് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് ടെലിസ്കോപ്പ് ഉണ്ട്, EDM യൂണിറ്റ് ഉണ്ട്, അതുപോലെ ഡിസ്പ്ലേ സ്ക്രീനും കീപാഡ്, നമുക്ക് എന്താ കാണാൻ വേണ്ടിയുള്ള ഡിസ്പ്ലേ സ്ക്രീനും ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻട്രി ചെയ്യാനായിട്ടുള്ള കീപാഡ് ഉണ്ട്, അതുപോലെ ട്രൈബാക്ക് ആൻഡ് ലെവലിംഗ് സ്ക്രൂ. എന്ന് വെച്ചാൽ ഇതിന് 3 ലെഗുകളുണ്ട്. ആ ലെഗുകളും അതിന്റെ ലെവലിംഗ് സ്ക്രൂസും, അതുപോലെ ബാറ്ററി, ഇതൊരു എന്താ നമ്മൾ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണല്ലേ, ഇലക്ട്രോണിക് ഡിവൈസ് അല്ലേ, ബാറ്ററി വേണം. അതുപോലെ തന്നെ ഡേറ്റ സ്റ്റോറേജ് യൂണിറ്റും ഉണ്ട്. നമുക്ക് ഈ സർവേ ചെയ്ത് കിട്ടുന്ന ഡേറ്റയൊക്കെ നമുക്ക് അപ്പത്തിന് അതിനകത്തിന് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താകുന്നു, സ്റ്റോർ ആവാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ സ്റ്റോറേജ് യൂണിറ്റും ഉണ്ട്. ഇതൊക്കെയാണ് എന്താ ഒരു ടോട്ടൽ സ്റ്റേഷന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫിഗർ നോക്കാം. നോക്കിയേ, ഡേറ്റ സ്റ്റോറേജ് യൂണിറ്റ് നമ്മൾ SD കാർഡാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. SD കാർഡിന്റെ സ്ലോട്ട് ഉണ്ട്, അതുപോലെ നമ്മൾ ഡിസ്പ്ലേ സ്ക്രീനും കീപാഡും ഉണ്ട്, അതുപോലെ നോക്കിയേ ട്രൈബാക്കും അതിന്റെ ലെവലിംഗ് സ്ക്രൂസും. ട്രൈബാക്ക് ഇവിടെ കാണിച്ചിട്ടില്ല, അത് നമുക്ക് ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ നോക്കിയേ 3 ലെഗുകൾ കണ്ടോ, അതാണ് ട്രൈബാക്ക് എന്ന് പറയുന്നത്. അതിന്റെ ലെവലിംഗ് സ്ക്രൂസ് ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലെവലിംഗ് സ്ക്രൂസ് ഉണ്ട്, അതുപോലെ ടെലിസ്കോപ്പ് ഉണ്ട്, EDM യൂണിറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ ബാറ്ററിയുടെ ഒരു കേസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെഷേഴ്സ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ. ഇതെന്താ ചെയ്യുന്നത്,
ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്ത്, ഹൊറിസോണ്ടൽ ആംഗിൾസും വെർട്ടിക്കൽ ആംഗിൾസും മെഷർ ചെയ്യുക. ഇനി മെഷർ സ്ലോപ്പ് ആൻഡ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താ, ചരിവ് അല്ലെ. സ്ലോപ്പും അതേപോലെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും എന്ത് ചെയ്യുന്നു, മെഷർ. അതായത് നേരെയുള്ള ഡിസ്റ്റൻസും ചരിഞ്ഞ ഡിസ്റ്റൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ സ്റ്റേഷൻ വഴി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇനി ഡിറ്റർമൈൻസ് ദ കോർഡിനേറ്റ്സ് XYZ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോർഡിനേഷൻ മെഷർ ചെയ്യാൻ പറ്റും. ഇനി ഏരിയ ആൻഡ് വോളിയം കാൽക്കുലേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കിട്ടുന്നു, ഏരിയ കാൽക്കുലേഷനും അല്ലെങ്കിൽ വോളിയം കാൽക്കുലേഷൻ നമുക്ക് കിട്ടുന്നു. ഇനി ഡേറ്റ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്ഫർ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാതെ ട്രാൻസ്ഫറും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്ത്, ടോട്ടൽ സ്റ്റേഷനിൽ. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദ ഇൻസ്ട്രുമെന്റ് സെൻസർ ഇൻഫ്രാറെഡ് ഓർ ലേസർ സിഗ്നൽ ടു ദ റിഫ്ലക്ടർ ഓർ പ്രിസം ആൻഡ് മെഷേഴ്സ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ റിഫ്ലക്റ്റഡ് സിഗ്നൽ. എന്ന് വെച്ചാൽ ഇതെന്താ ചെയ്യുന്നത്, ഒരു സിഗ്നൽ സെൻഡ് ചെയ്യുന്നു, ഒരു ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ ലേസർ സിഗ്നൽ സെൻഡ് ചെയ്യുന്നു. അത് പോയി എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അതിനെ റിസീവ് ചെയ്യുന്നു. അതിലൂടെയാണ് എന്ത്, നമുക്ക് അവിടുത്തെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ആണോ? എന്താണ്, ഇൻസ്ട്രുമെന്റ് IR സെൻസർ അല്ലെങ്കിൽ ലേസർ സിഗ്നൽ സെൻഡ് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു, ഒരു സിഗ്നൽസ് ടു റിഫ്ലക്ടർ ഓർ പ്രിസം ആൻഡ് മെഷേഴ്സ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ റിഫ്ലക്റ്റഡ് സിഗ്നൽ. ആ റിഫ്ലക്റ്റഡ് സിഗ്നലിൽ നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് ആർ മെഷേർഡ് ഇലക്ട്രോണിക്കലി. ഹൊറിസോണ്ടൽ ആംഗിൾസും വെർട്ടിക്കൽ ആംഗിൾസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ഇലക്ട്രോണിക്കലി മെഷർ ചെയ്യുന്നു. ആൻഡ് ദ ബിൽഡ് ഇൻ മൈക്രോ പ്രോസസർ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ്. അപ്പൊ അതിനകത്തുള്ള മൈക്രോ പ്രോസസർ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് കോർഡിനേറ്റ്സ്, എലിവേഷൻസും അതേപോലെ നമുക്ക് ആവശ്യമുള്ള സർവേ ഡേറ്റ എല്ലാം എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. അതിനകത്ത് തന്നെ ബിൽറ്റ് ഇൻ ആയിട്ട് എന്തുണ്ട്, മൈക്രോ പ്രോസസർ ഉണ്ട്. ഇനി ഇതിന്റെ യൂസ് നോക്കുകയാണെങ്കിൽ ലാൻഡ് സർവേയിങ്, ഓക്കെ, അതുപോലെ കൺസ്ട്രക്ഷൻ ലേഔട്ടിന്, അതുപോലെ റോഡ് ആൻഡ് റെയിൽവേ അലൈൻമെന്റ്, ടോപ്പോഗ്രാഫിക് മാപ്പിംഗ്, അതുപോലെ മൈനിങ് ആൻഡ് ടണൽ സർവീസ്. ഇതൊക്കെയാണ് നമ്മൾ എന്താണ് ഈ ഒരു ടോട്ടൽ സ്റ്റേഷൻ എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ചോദിച്ചാൽ പറയുന്നത് എന്തൊക്കെയാണ്, ലാൻഡ് സർവേയിങ്, കൺസ്ട്രക്ഷൻ ലേഔട്ട്, റോഡ് ആൻഡ് റെയിൽവേ അലൈൻമെന്റ്, ടോപ്പോഗ്രാഫിക് മാപ്പിംഗ്, മൈനിങ് ആൻഡ് ടണൽ സർവീസ്. ഇതാണ് എന്തൊരു ടോട്ടൽ സ്റ്റേഷന്റെ ഒരു ലേഔട്ട് അല്ലെങ്കിൽ അതിന്റെ റിയൽ ഇമേജ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഹൈ സർവേ ആൻഡ് സ്പീഡ്. ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഹൈ ആക്യുറസി ആൻഡ് സ്പീഡ്, നല്ല ആക്യുറേറ്റ് ആണ്, നമുക്ക് സ്പീഡി ആയിട്ട് നമുക്ക് കുറെ ഡേറ്റ നമുക്ക് അറ്റ് എ ടൈമിൽ കിട്ടും. ഇനിയും റെഡ്യൂസസ് ഹ്യൂമൻ എറർ അല്ലേ, നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിലൊക്കെ തിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഒരു ചെറിയൊരു കമ്പി ഇങ്ങനെ കുത്തി ഒരു മരകഷ്ണത്തിന്റെ ഒരു നമ്മളിങ്ങനെ നോക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ, അതൊക്കെ നമുക്ക് എന്താ ഹ്യൂമൻ എറേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് മനുഷ്യന്മാരല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എറേഴ്സ്, ഹ്യൂമൻ എറേഴ്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഓട്ടോമാറ്റിക് ഡേറ്റ റെക്കോർഡിംഗ്, ഓട്ടോമാറ്റിക് ആയിട്ട് എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത് അതിനപ്പുറം നമ്മുടെ ഏരിയ, വോളിയം, കോർഡിനേറ്റ്സ്, അതുപോലെ പല കാര്യങ്ങളും എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഇനി സേവ്സ് ടൈം ആൻഡ് ലേബർ അല്ലേ. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെന്ന് വെച്ചാൽ ഒരാൾ അളന്നു, ഒരാൾ വരച്ചു, അങ്ങനെ ഏരിയ കണ്ടുപിടിച്ചു, വോളിയം കണ്ടുപിടിച്ചു, കോർഡിനേഷൻ അല്ലാതെ കണ്ടുപിടിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലേബർ ചാർജ് എന്ത് മതി, കുറച്ചു മതി. പല ആൾക്കാർ ചെയ്യുന്ന ജോലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഈസി ഇന്റഗ്രേഷൻ വിത്ത് CAD ആൻഡ് GIS സോഫ്റ്റ്വെയർ. നമ്മുടെ CAD സോഫ്റ്റ്വെയർ ഡിസൈൻ സോഫ്റ്റ്വെയർ ആണ്, GIS എന്ന് വെച്ചാൽ ലൊക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് പല പല ആപ്ലിക്കേഷൻസിനായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ടോട്ടൽ സ്റ്റേഷൻ നമുക്ക് വിനിയോഗിക്കാൻ പറ്റുക. ഇനി ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ, എക്സ്പെൻസീവ് ആണ്, അത്യാവശ്യം നല്ല കാശ് കൂടിയ സംഭവമാണ് എന്ത് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാർ തന്നെ വേണം. എന്താ, റിക്വയർ സ്കിൽഡ് ഓപ്പറേറ്റർ, നല്ല അറിയാവുന്ന ഒരാൾ തന്നെ ഇവിടെ ആവശ്യമാണ്. ഇനി ബാറ്ററി ഡിപ്പെൻഡൻ്റാ. നമ്മൾ അറിയാം, ബാറ്ററി നമ്മൾ ഇട്ട് കൊടുത്താൽ ഇത് വർക്ക് ആവുന്നുള്ളൂ. ബാറ്ററി ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഇനി ആക്യുറസി അഫക്റ്റഡ് ബൈ വെതർ കണ്ടീഷൻ. ഇത് കാലാവസ്ഥയുടെ കണ്ടീഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, ഇതിന്റെ ആക്യുറസി മാറും. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അറ്റ്മോസ്ഫിയറിൽ ഡസ്റ്റ് അല്ലെങ്കിൽ ഫോഗ്, ഇപ്പൊ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഈ സിഗ്നൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ സിഗ്നൽ ഡീവിയേഷൻ ഉണ്ടാവും. അപ്പൊ അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആക്യുറസി എന്ന് പറയുന്നത് വെതർ കണ്ടീഷനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി
അപ്പൊ നമ്മുടെ ഈ ഒരു പോളിടെക്നിക് ലെക്ചർ ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ, മെക്കാനിക്കൽ, സിവിൽ ഏത് ബ്രാഞ്ചിനും ഉള്ളൊരു കോമൺ ടോപ്പിക്കാണ് ബേസിക് സിവിൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ CCയിൽ എല്ലാ ബ്രാഞ്ചസിനും ഉള്ള പോളിടെക്നിക് ലെക്ചറിന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീൻ കാർഡ് നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഇതുവരെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ ഫ്രീ മോക്ക് ടെസ്റ്റുകളും ക്വിസസ് ഒക്കെ അവൈലബിൾ ആണ്. PSCക്ക് ഏത് PSC ആയിക്കോട്ടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം എവിടെ ഉണ്ട്? CC ലേണിംഗ് ആപ്പിലുണ്ട്. താങ്ക് യു.